ആരടാ ഈ കാട്ടിനകത്ത് ഏറ്റിയും കൊണ്ടുവച്ചിരിക്കുന്നത്? നീ അനുഭവിക്കണം. നീ പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്നും കല്യാണം ഉറപ്പിച്ചപ്പോഴും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേണ് ബ്രോക്കർ കാശ് എനിക്ക് നീ തരണം. ഇന്ന് രാവിലെ കാലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് പൈസ തരണമെന്ന് നീ എനിക്ക് തന്നില്ല. ഇനി നീ എനിക്ക് ബ്രോക്കർ പൈസ തരാതെ ആദ്യ രാത്രി ആഘോഷിക്കണം. എനിക്കൊന്ന് കാണണം. മാമ ഞാൻ എന്തൊരു തെറ്റ് ചെയ്തു മാമ. അവര് കാശായിട്ട് തന്നില്ലല്ലോ, എന്റെ അക്കൗണ്ടിലല്ലേ ഇട്ട് തന്നത് പൈസ. എങ്കിൽ ഇതിന്ന് എടുത്ത് താടാ പൈസ. മാമ ഒരു കാര്യം മനസ്സിലാക്കാൻ അറിയാമോ? എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളു, എന്റെ മനസ്സിന്റെ പെണ്ണിന്റെ കൂടെ ആ മണിയറയിലാണ്. തിരിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലടാ. നിന്റെ ശരീരം അവിടെ, മനസ്സ് ഇവിടെ ആയിരുന്നെങ്കിൽ തന്നെ. ആദ്യം പൈസ എടുത്ത് തരാൻ നോക്കണ ഇറക്ക. എനിക്ക് ഇതിനകത്ത് കാർഡിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞൂടാ. ഇതിൽ പൈസ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. ഇതിനകത്ത് കാർഡിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞൂടാത്ത നിനക്ക് കല്യാണം കഴിക്കാൻ എന്തൊരു വെപ്രാളമായിരുന്നടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതിനകത്ത് കാർഡിൽ പൈസ എടുക്കാൻ അറിയാം. ഇതെടുക്കാൻ നിനക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് എന്നെ മോശമാണ് അനിയാ. എന്നിട്ട് മാമൻ അറിഞ്ഞൂടല്ലേ? ഞാൻ ചെറുപ്പല്ലേ. കാരെടുത്ത് പറയും. ആരെങ്കിലും വന്നെങ്കിൽ ഒന്ന് ചോദിക്കാം. ഹലോ, ഡോക്ടർ ടോണി അല്ലേ? ടോണി, നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, വീട്ടിലൊരു പട്ടിയുണ്ടേ. ഈ ജൂലിപ്പട്ടിയുടെ നമ്മുടെ വായിലുള്ള മുഴുവൻ പല്ലും നമ്മൾ സ്വർണം വെച്ച് പൂശുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, പണത്തിന്റെ കുങ്കു കൊണ്ടല്ല. ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്വർണ്ണക്കടിയല്ലേ കിട്ടിയത്, പേ വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഒരു സഹായം ചെയ്യുമോ? ഞാനിവിടുത്തെ ഒരു പരസഹായാണ്, പറഞ്ഞോളൂ. എന്താ ഈ പാതിരാത്രി ഇങ്ങനെ? നമ്മള് കല്യാണം കഴിഞ്ഞു വന്നതാ. ഈ സർക്കാർ പല നിയമവും പാസ്സാക്കും. നമുക്കൊരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു മനുഷ്യനല്ലേ? നീ ഈ ചെറുക്കനെ വിളിച്ചോണ്ട് എന്തോ പരിപാടി കാണിക്കുന്നത്? അതെ, നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറാൻ വന്നതാ. ഇവിടെ ഇച്ചിരി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പൊളയാൻ വന്നു. അപ്പൊക്കോണം രണ്ടെണ്ണം. ഞാൻ പറയാം. എന്താ സംഭവം? ഈ അവനെ ഇതിനകത്ത് കാത്തിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞു. ഇത് ആരാണ് സംഭവം? ഇതിന്ന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മണവാളൻ. നിങ്ങള്? ഞാൻ ബ്രോക്കറാണ്, അപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടാനുണ്ട്. അതിനു വേണ്ടിയാ പറയണ്ട എന്റെ അടുത്ത്. ഇത് കാറ്റ് തരൂ. ഡാൻസ് ഇന്ന് ഈ പുള്ളിയുടെ എന്തോ ആയിരുന്നു രാവിലെ എന്ന് പറഞ്ഞത്? കല്യാണം. എന്തിനാണോ എന്തോ ഭഗവാനേ. അതെ, ഈ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുതെന്നാണ്. നടക്കട്ടെ. ഇപ്പൊ ശരിയാക്കട്ടെ. പാസ്വേഡ് എത്രയാണോ? നമ്പർ ഉണ്ടോ? രഹസ്യ നമ്പർ? 1451. പിന്നെ താലികെട്ട് എവിടെ വെച്ചായിരുന്നു? കഴുത്തിൽ വെച്ചായിരുന്നു. നിന്റെ കോമഡി ഏറ്റെന്ന് തോന്നുന്നു കേട്ടോ. കാർഡും പൈസയും സ്റ്റക്കായി. ഒരു കാര്യം ചെയ്യാം, 24 മണിക്കൂർ ഇവിടെ നിൽക്ക്. ടെക്നീഷ്യൻ വന്ന് ക്ലിയർ ആക്കും. ഷൂട്ട് കഴിഞ്ഞാൽ കൊച്ചു വന്ന് ഇവിടെ ശരിയാക്കോ? ആര്? തെസ്നീക്കാൻ. ഞാനേ സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അതെ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. നിങ്ങളല്ലേ ഈ ഫ്രിഡ്ജിനകത്തിരുന്ന ടിവിക്കകത്തുനിന്ന് പൈസ എടുക്കാൻ പോയത്? ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടിവിന്ന് പൈസ എടുത്ത് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടിവി പൈസ എടുത്ത് തരാൻ ഇത് ഏത് കാലഘട്ടം എന്റെ ഭഗവാൻ? ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന വാള് ഏത് കളരിൽ നിന്ന് എടുത്തേണ്? ആരെങ്കിലും ചോദിച്ചു വന്നാ ഞാൻ ഉത്തരവാദിത്തം പറയത്തില്ല. ഞാൻ അങ്ങനെ പോവല്ലേ? അല്ല, മുതലാളിക്ക് എന്നെ അറിഞ്ഞൂടെ? ഇല്ല. ആരാ നീ? ഞാൻ കൊച്ചിലെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? മുതലാളിയുടെ അച്ഛനാ എന്നെ വളച്ചത്. വളച്ചതാ? അല്ല, വളർത്തിയത്. നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോംബെ കുടുംബമായിരുന്നു. നിങ്ങളെ വീട്ടിലെ TV പീസറുണ്ടായിരുന്നുള്ളൂ. അതുണ്ടായിരുന്നു. നമ്മൾ അവിടെയുള്ള എല്ലാരും ആ വീട്ടിലാണ് വന്ന് TV കാണുന്നത്. അതെ അതെ. ചക്ക സീസൺ ആവുമ്പോ ഈ ബോംബെ കുടുംബം എല്ലാം കൂടെ നമ്മുടെ വീടിന്റെ പ്ലാവിന്റെ മുട്ടി വരും. എന്നിട്ട് ചക്കയിൽ കിടന്ന് പിടി, ചമണി കിടന്ന് പിടി. എത്ര ചക്കക്കൊതി ഉണ്ടോ അങ്ങോട്ട്? അല്ല, അതാ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ അവിടെയെങ്കിലും അല്ലല്ലോ താമസം. ഇപ്പൊ എവിടെയാ താമസം? ഞാൻ എണ്ണ കമ്പനി അവിടെ ഒരു ഒറ്റത്തടി പാലമില്ലേ? എണ്ണ കമ്പനി ഒറ്റത്തടി പാലം നരകത്തിലാ വീട്. അതല്ല, ആ പാലത്തിന്റെ അപ്പുറത്ത് മൂന്നാമത്തെ വീടാണ് എന്റത്. പാലത്തിന്റെ അപ്പുറത്ത് മൂന്നാമത്തെ വീടെന്ന് പറയുമ്പോ നമ്മുടെ പാക്ക് മറ്റേ വെറ്റേരി വെച്ച് ചുണ്ണാമ്പം തേച്ച് ചവയ്ക്കുന്നതല്ലേ? അതല്ല, പാക്ക് ശശിയുടെ മകനാണോ? അതൊക്കെ പണ്ട്. അതെന്താ ഇപ്പൊ പാക്ക് വളർന്ന് അടയ്ക്കാൻ പറ്റുമോയാ? എന്റെ അച്ഛനാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെ അച്ഛനെ അറിയാൻ നാട്ടുകാരെ മുഴുവൻ പരസഹായം ചെയ്യുന്ന ഒരാളാ ഞാൻ. ഞാൻ ശാസ്താംകോട്ട. രാവിലെ എണീക്കണം, തുളസിയിലായിട്ട് ആവി പിടിച്ചാ മാറും. എന്തോന്ന്?
ശ്വാസം മുട്ട്. ശാസ്താംകോട്ടയിലാണ് എന്റെ വീടെന്ന്. ഓ, ശാസ്താംകോട്ടയിലാണ് വീട്. നിങ്ങളെ അച്ഛനെ എനിക്കറിയാം. എന്റെ അച്ഛനെ അറിയാൻ ഒരു വഴിയില്ല നിങ്ങൾക്ക്. നിങ്ങളെ അച്ഛനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം. നിങ്ങളടുത്ത് ചോദിച്ചാ പറയാലോ നിങ്ങളെ അച്ഛൻ ആരാന്ന് എന്റെ അടുത്ത്. അത് പറയും. പറയില്ലേ? പിന്നെ ഞാൻ പറയും നിങ്ങളെ അച്ഛൻ ആരാന്ന്. പക്ഷെ എനിക്ക് ഇയാളെ അച്ഛൻ അറിഞ്ഞൂടാ. എനിക്ക് ഇയാളെ അച്ഛൻ അറിഞ്ഞൂടാ. എടാ, നിനക്കൊരു അച്ഛൻ ഇല്ലടാ, പാക്ക് ശശി. പിന്നെന്തിനാ വല്ലവന്റെ അച്ഛൻ നീ കയറി പിടിക്കുന്നത്? പക്ഷെ നിങ്ങളെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടല്ലോ. എന്റെ അച്ഛനെ ഞാൻ ആർക്കും കൊടുക്കൂല. എന്റെ അമ്മയ്ക്ക് വേണം എന്റെ അച്ഛന്. ആരുടെ ഇത്? അച്ഛൻ സീസണാ. പിന്നെ എന്തു ചെയ്യുന്നു? ഞാനോ? ഓ, ഞാൻ രാവിലെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് ഒരു കോല് വെച്ച് പല്ലിക്കുത്തി ഉച്ച വരെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ചാരുകസാരയിൽ ഇങ്ങനെ ചരിഞ്ഞു കിടന്നോണ്ട് കോട്ടുവാടി. ഇങ്ങനെ 2 പരിപാടി ഇപ്പോ ഉള്ളത്. ഇതൊക്കെ ഒരു ജോലിയാണോ? പണത്തിന്റെ കുന്തളിപ്പ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? അല്ല, അത് മനസ്സിന് പറ്റിയ ഒരു കുട്ടിയില്ല, വന്നില്ല ഇന്ന്. അതെ. കണ്ടോ, ഞാനാണ് ഈ പയ്യന് പെണ്ണിനെ കൊണ്ട് കൊടുത്തത്. അത് ശരി. നല്ല കാശ്മീരി ആപ്പിള് പോലത്തെ ഒരു പെണ്ണിനെയാ ഞാൻ കൊണ്ട് കൊടുത്തേ. അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ? ഇല്ല. കണ്ണിക്കണ്ടവർക്കൊക്കെ കാശ്മീർ ആപ്പിൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു ഉണക്കമുന്തിരിയെങ്കിലും മേടിച്ചു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പൈസ വന്നാണ് നോക്കണേ ഇറക്കാൻ. എനിക്ക് പോണം, എനിക്ക് പണിയും കിട്ടത്തില്ല. പിന്നെ നാള് വല്ലതും പറഞ്ഞാ ഞാൻ നോക്കാം. നാളെന്താ? നാളെ 1 കലം ചാള പുഴുങ്ങിയിട്ട് നമ്മുടെ ജിമ്മിപ്പട്ടിയെ കൊതിയാക്കി അവിടെ ഇരുന്ന് അതിന്റെ മുമ്പ് ഇരുന്ന് കഴിക്കണം. അതാ. അയ്യോ, അതല്ലെന്ന്. നാള് നക്ഷത്രം. നക്ഷത്രം എന്ന് പറഞ്ഞാ മുകളിൽ കിടന്ന് ഇങ്ങനെ കത്തുമ്പം താഴെ കിടന്ന് ഇങ്ങനെ അണയും, വീണ്ടും കത്തുമ്പം താഴെ കിടന്ന് അണയും. ക്രിസ്മസിന് വീട്ടിൽ മേടിച്ച നക്ഷത്രം. ഈ ഇങ്ങനെ ക്രിസ്മസിലെ നക്ഷത്രം തൂക്കിയോണ്ട് നടന്നോ? പിന്നെ എന്താ ചോദിച്ചേ? ജന്മ നക്ഷത്രം. ഭരണിയാണ് എന്റെ നക്ഷത്രം. ഭരണിയാണെങ്കിൽ ഒരു പെണ്ണുണ്ട്. പൂരമാണ്. ഈ ഭരണിയിൽ പൂരം നടക്കൂ? സംഭവം റിസ്ക് ആണ്. ആദ്യം പഞ്ചാരി മേളക്കാരെ ഭരണിയിലേക്ക് ഇറക്കി ഒരു പൊട്ടിപ്പ് പൊട്ടിക്കണം. എന്നിട്ട് അവരെ ഇനി കയറ്റിയ ശേഷം 2ാം റൗണ്ട് ഘോഷയാത്ര ടീമിനെ ഇറക്കി അവരുടെ ഒരു ആട്ടം. പിന്നെ ബാക്കി ഈ പരിപാടികളെല്ലാം ഈ വക്കത്ത് വെച്ച് നടക്കാൻ പറ്റുമോ? വലിയ ഭരണിയാണെങ്കിൽ ശ്രമിക്കാം. നീ എന്തുവാ ഈ പറയുന്നേ? അല്ല, ഭരണിയിൽ പൂരം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. എടാ, പൈസ വന്നാന്ന് നോക്കടാ ചെറുക്ക. അതല്ലെന്ന്. എന്നെ നക്ഷത്രം, അതായത് ഇപ്പം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കമ്പം, തേനി. കമ്പം തേനിയാ? ചെമ്പം വിനോദ്. ചെമ്പം വിനോദ അല്ലല്ലോ, കുംഭം മീനം. കുംഭം മീനം. അപ്പൊ കുംഭം മീനത്തിന് ഒരു കല്യാണം നടക്കാൻ അങ്ങനെ സാധ്യതയുണ്ട്. എന്നെ ശവത്തിൽ ചവിട്ടിയുടെ കല്യാണം നടക്കുള്ളൂ. ആദ്യം കല്യാണം നടത്തിയവൻ ആദ്യ രാത്രി നടക്കട്ടെ, എന്നിട്ട് മതി ഈ കല്യാണം. അവളാണ്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യ രാത്രിയെ ഞാൻ അവക്കൊരു പാട്ട് പാടി കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നു. ഇടാ, ഇപ്പൊ ഈ സ്നേഹത്തോടുള്ള വിളി കാണും. ഇനി അങ്ങോട്ടാണ് അവള് നല്ല വിളി വിളിക്കാൻ പോണത്. ഫോണും കൊണ്ട് പോണം. പിന്നെ ഒരു പെണ്ണ് ആലോചിക്കട്ടാ. ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് ഒരു പെണ്ണുണ്ട്. കൊട്ടാരക്കരയ്ക്ക് ഒരു പെണ്ണ് മാത്രമല്ലല്ലോ, ഒരു മകനും ഉണ്ടല്ലോ, സായികുമാർ. അയ്യോ, കൊട്ടാരക്കര ഒരു പെണ്ണുണ്ട്. മുട്ടോളം മുടി. മുടി കുഴപ്പമുണ്ടോ? മുടി കുറഞ്ഞാലും പ്രശ്നമില്ല. ഞാൻ കഴിക്കുന്ന ചോറിൽ മുടി കിടന്ന അവള് കൊട്ടാരക്കര വരെ നടന്നു പോകേണ്ടി വരും. ആ ഒരു പ്രശ്നമുണ്ട്. മാമ, ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. എന്താ പറയടാ? നമ്മളവിടുത്തെ കാവിലെ ഞാനാണ് വിളക്ക് കത്തിക്കുന്നത്. ഞാൻ പോയി കത്തിച്ചിട്ട് വരട്ടാ. നീ വിളക്ക് കത്തിക്കാനല്ല, വിളക്ക് അണയ്ക്കാനാണ് പോണെന്ന് എനിക്ക് അറിയാം. മര്യാദക്ക് പൈസ എടുത്താടാ. എനിക്ക് വീട്ടിൽ പോകാനുള്ളേ. അപ്പൊ നമ്മുടെ കൊട്ടാരക്കരത്തെ പെണ്ണ്, കൊട്ടാരക്കരത്തെ പെണ്ണെന്ന് പറഞ്ഞാ പെണ്ണ് എങ്ങനെ ഇരിക്കണം? പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്ന അതുപോലെ ഇരുന്നാ മതി. അല്ലാതെ അങ്ങനെ മാറിയിരിക്കുന്ന പറഞ്ഞാൽ ഈ സർക്കസിലെ പെണ്ണുങ്ങളൊക്കെ അല്ലേ, ഈ കാലെടുത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് വേണ്ട, സാധാരണ പെണ്ണുങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ മതി. അങ്ങനെ മതിയാണെങ്കിൽ ജാതി ഏതാ? പച്ചപ്പാതിരേക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ജാതി ചോദിക്കുന്നു. നിങ്ങൾ എവിടുത്തെ മനുഷ്യനാണ്? നിങ്ങളുടെ കൈ കാണിച്ചേ. ഈ കൈ മുറിഞ്ഞാലും ഒരേ കളർ രക്തമാണ് വരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ് എന്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പെണ്ണ് നോക്കുമ്പം വിശ്വകർമ്മ തട്ടാർ വിഭാഗത്തിൽ ഒരു പെണ്ണ്. അതെ മാമ, ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. നമ്മളെ നന്ദിനി പശുവിനെ കാടി കൊടുത്തില്ല. ഞാൻ പോയി കാടി കൊടുത്തിട്ട് വരട്ടാ. ഇത് നന്ദിനി പശുവിന് കാടി കൊടുക്കാനുള്ള കാളയുടെ അതിബുദ്ധി. പോയി പൈസ എടുത്താടാ. പോയി പൈസ എടുത്താരാ നോക്കട്ടെ. പിന്നെ കാള കുത്തി, കടക്ക് കുത്തി. പിന്നെ ബിസിനസ് എന്താണ്?
ബിസിനസ് എനിക്ക് വൻകിട ബിസിനസ് ആണ്. അയ്യോ അത് മാത്രം പറ്റത്തില്ല കേട്ടോ. ഏ? മത്തി, അയല, ചാള, ചൂര അതിന്റെ കൂടെ കൂടെ വങ്കട വിറ്റാലേ കച്ചവടം നടക്കും. അയ്യോ അതല്ലെന്ന്, വൻകിട ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ്. എങ്ങനെ? ഇതൊക്കെ എന്തൊരു ബിസിനസ്? എന്റെ കൊച്ചപ്പൻ ബിസിനസ്. ശ്ശേ, ഈ കൊച്ചപ്പനെയൊക്കെ കൊണ്ടുവരുന്ന ബിസിനസ് നടത്തി എങ്ങനെ ഇത് ആര് മേടിക്കുന്നത്? അതല്ലെന്ന്, പിന്നെ? എന്റെ കൊച്ചപ്പൻ ഒരു പാവമാണ്. ആഹാ. കൊച്ചപ്പൻ ഒരു ബിസിനസ് നടത്തി. കാരണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് എന്റെ കൊച്ചപ്പൻ 4 മക്കളുണ്ട്. ഓഹോ. ഈ കുഞ്ഞുങ്ങൾക്ക് 2 നേരം കഞ്ഞി കൊടുക്കാൻ വേണ്ടി കൊച്ചപ്പൻ ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കൊടുക്കും. ഇത് എവിടെയാണ് നിന്റെ കൊച്ചപ്പ ഉള്ളത്? ഇത് വീട്ടിലുണ്ട്. എടാ, കൊച്ചുങ്ങൾക്ക് കഞ്ഞിയും കൊടുത്തിട്ട് നാട്ടുകാർക്ക് ബിരിയാണിയും കൊടുക്കുന്ന ആ ബിരിയാണി എടുത്ത് കൊച്ചുങ്ങൾക്ക് കൊടുത്തു. ആ ബിരിയാണി എടുത്ത് കൊച്ചപ്പന്റെ ബിസിനസ് ഉണ്ടാക്കുന്നു. വിവരമില്ലാത്ത കൊച്ചപ്പന്മാരും. അതൊക്കെ എനിക്കൊരു കൊച്ചച്ഛനുണ്ട് കേട്ടോ. കൊച്ചച്ഛൻ അങ്ങ് വരത്തിനടുത്താ താമസിക്കുന്നേ. ആട്ടാളനാ കൊച്ചച്ഛൻ. അപ്പൊ ഈ കൊച്ചച്ഛന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കുരങ്ങൻ വരും. ഈ കുരങ്ങന് കൊച്ചച്ഛൻ എന്നും പഴം കൊടുക്കും കേട്ടോ. ഈ പഴം കൊടുത്ത നന്ദിയിൽ ഈ കുരങ്ങൻ എന്നും കൊച്ചച്ഛന്റെ ഷർട്ട് കഴുകി കൊടുക്കുന്നത് കുരങ്ങൻ, പാത്രം കഴുകി കൊടുക്കുന്നത് കുരങ്ങൻ. ഇതെല്ലാം കുരങ്ങനാ ചെയ്തു കൊടുക്കുന്നേ. എന്നിട്ട് ഇത് കണ്ടോണ്ട് കുഞ്ഞമ്മ പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി. എന്നിട്ട് എന്താ സംഭവിച്ചു? ഇപ്പം കൊച്ചച്ഛൻ കുരങ്ങന്റെ കൂടെ കാട്ടി താമസിക്കുന്നത്. അപ്പൊ കാട്ടിലെ തലമൂത്ത കുരങ്ങൻ നിങ്ങളെ കൊച്ചച്ഛനാണല്ലേ? നിങ്ങള് കൊച്ചച്ഛന്റെ കുഞ്ഞമ്മയുടെ കഥ പറഞ്ഞിട്ടോ. എന്റെ പെണ്ണ് കണ്ട അവിടെ വീഡിയോ കോൾ വിളിക്കുന്നു. അവക്ക് എന്റെ പാട്ട് കേൾക്കണമെന്നു. നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ നിങ്ങൾക്ക്. എന്റെ അടുത്ത് കളിക്കുമ്പോൾ ചന്ദ്രനെ കുത്തിരി പിടിച്ചെടുത്ത് കേട്ടി അറിഞ്ഞൂടാ ഞാൻ. അല്ല, നിങ്ങള് പാട്ടൊക്കെ പാടുമല്ലേ? കുറെ നേരം കൊണ്ട് പറയൂല്ലേ, പാട്ട് പാടൂ. വീഡിയോ കോളിൽ എന്റെ പെണ്ണ് നിൽക്കുന്നത്. വളർത്തിയ പൂച്ചേ, കാണാൻ നല്ലൊരു പൂച്ചേ, എന്താണ് ഇങ്ങനെ പമ്മി പമ്മി പാത്തിരിക്കുന്നു? പാൽക്കിണ്ണം കണ്ടോ? അത് തട്ടിയിട്ട് കുടിച്ച അമ്മ വന്ന് കണ്ടാ പിന്നെ എന്നെ നിന്നെ തല്ലൂലേ? അയ്യയ്യേ, ഞാനില്ലേ? തല്ലു കൊള്ളാൻ ഞാനില്ലേ? ഈ പാട്ട് നിശ്ചയത്തിന് പാടിയിട്ടുണ്ടായിരുന്ന? അന്ന് തൊണ്ടവേദനയായിരുന്നു. നന്നായി, ഇല്ലെങ്കിൽ കല്യാണം നടക്കൂലായിരുന്നു. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. ഹലോ അച്ഛാ, എപ്പാ എവിടാ? അയ്യോ, എന്തുവാടാ? എന്റെ പാട്ട് കേട്ട് എന്റെ പെണ്ണെടുത്ത് ഓടിയെന്ന്. ഇനി ഈ ബന്ധം അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ഈ പാട്ട് ഉച്ചയ്ക്ക് പാടിക്കൂടായിരുന്നാ? അതെന്തിന്? അതാണെങ്കിൽ പെണ്ണിന് ഈ പാട്ടും കേട്ട് പേടിച്ചിട്ട് കാറി കയറി വീട്ടിൽ പോവായിരുന്നില്ലടാ. ഈ പാതിരാത്രി ആ പെൺകുച്ചിന് എവിടെ പോവാനാടാ? എന്റെ പെണ്ണ് പൈസ വന്നെന്ന് തോന്നുന്നു കേട്ടാ. സോമ, എടാ പൈസ വന്നടാ. പൈസ വന്ന് നിന്റെ കാർട്ടും വന്നെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, പൈസ നീ എനിക്ക് എടുത്ത് തന്നിട്ടേ കാർട്ടും കൊണ്ട് നീ വീട്ടിലോട്ട് പോ. ഇനി എനിക്ക് കാത് കിട്ടിട്ട് ഒരു കാര്യമില്ല. അതെന്ത്? എന്റെ ജീവിതമായി കുടുങ്ങി കിടക്കല്ലേടാ. അപ്പൊ നമ്മളെ കൊട്ടാരക്കരത്തെ പെണ്ണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.